നാണമില്ലേ രാജ്ട്ടൊക്കെ? കുറച്ച് നാണമില്ലേ? ദിവ്യ ശ്രീധർ ദിവ്യ ക്രിസ് വേണുഗോപാൽ അടിച്ചു. ഇത് ഇങ്ങനെ വരും, ഇത് അധികകാലം പോകില്ല എന്ന് 1 വർഷം മുമ്പ് സോഷ്യൽ മീഡിയ ജഡ്ജിമാർ വിധി എഴുതിയതാണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇല്ലെങ്കിൽ ഞാൻ പറയാം. ക്രിസ് വേണുഗോപാൽ ഭാര്യ ദിവ്യയെ മുഖത്തും അതുപോലെ തന്നെ നെറ്റിയിലും അടിച്ച് പരിക്കേൽപ്പിച്ചിരിക്കുന്നു. അവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന തരത്തിലുള്ള വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ദിവ്യ ശ്രീധറിന്റെ നെറ്റിയിൽ ഈ ഭാഗത്ത് ഈ പറയുന്നതാണ് ഒരു പാട്, അത് മേക്കപ്പിന്റെ പാടായിട്ട് എനിക്ക് തോന്നുന്നത്. അത് യഥാർത്ഥത്തിൽ എന്തോ കൊണ്ട് അടിച്ചതുപോലെ എനിക്ക് തോന്നുന്നത്. രാജ്ട്ടൊക്കെ പറയുന്നത് അത് ഒറിജിനലായിട്ട് വന്ന മുറിവാണെന്നാണ്. അത് അടിച്ച മുറിവ് തന്നെയാണ്, അത് മേക്കപ്പ് ഒന്നും അല്ല, അത് ഒറിജിനൽ ആണെന്നാണ് രാജ്ട്ടൊക്കെ പറയുന്നത്. രാജ്ട്ടൊക്കെ ഒന്ന് വന്ന് നോക്ക് ഒറിജിനൽ ആണോന്ന്. അവർ തമ്മിലുള്ള പ്രായം, അവരുടെ മുടി, താടി, അതുപോലെ തന്നെ അവരുടെ സൗന്ദര്യം, ഇതെല്ലാം വെച്ച് സോഷ്യൽ മീഡിയയിൽ അരഞ്ഞു പൊരിച്ച ടീമാണ് ഇവര്. 49 വയസ്സ്, ഏതാണ്ട് 11 വയസ്സ് അധികമുള്ള ഒരാളെ പിന്നീട് വിവാഹം കഴിക്കുന്നു. അത് ആദ്യമൊക്കെ കുറച്ച് വിവാദമായി. അതായത് ഇത്രയും പുള്ളി അറിയാലോ, പുള്ളി താടിയൊക്കെ വളർത്തി ഇത്രയൊക്കെ നീട്ടി നിറച്ച താടി. നിങ്ങൾക്ക് ഇല്ലാത്ത കഥകൾ കുത്തിപ്പൊക്കാൻ ആരാണ് ലൈസൻസ് തന്നത്? ഒരു സ്ത്രീയും പുരുഷനും വിവാഹം കഴിഞ്ഞ് എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് അവരല്ലേ. അവരൊരു റീലിട്ടാൽ അതിൽ കരയുന്നതാണെങ്കിൽ അവരെ കുടുംബത്തിലെ സങ്കടമാണ്, ചിരിച്ചാൽ അവരെ കുടുംബത്തിലെ സന്തോഷമാണ് എന്ന് ചിന്തിക്കാൻ മാത്രം വിവരമില്ലാത്ത ജഡ്ജിമാരാണോ ഈ സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ ചെയ്യുന്നത്? അതിന് മറുപടി കേട്ടു നോക്ക്. അങ്ങോട്ട് തിരിഞ്ഞ പ്രശ്നം, ദിവ്യ ശ്രീധർ സങ്കടമുള്ള വീഡിയോ ഇട്ട പ്രശ്നം. ദിവ്യ ശ്രീധർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ദിവ്യ ശ്രീധറിന്റെ ലൈഫ് പൊട്ടിപ്പോയോ, അവര് വേർപിരിഞ്ഞോ, അല്ല അവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നറിയാൻ വേണ്ടി ഭയങ്കര ഉത്കണ്ഠയാണ്. നിങ്ങൾ വിചാരിക്കും ഞാനെന്തിനെ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതെന്ന്. മറ്റൊന്നും കൊണ്ടല്ല. കഴിഞ്ഞ വർഷം അവർ നമ്മളെ നാട്ടിൽ വന്നിരുന്നു. തൃച്ചംബരം ശ്രീകൃഷ്ണക്ഷേത്ര ഉത്സവത്തിൻ്റെ സമയത്ത് ക്രിസിൻ്റെ ഒരു പ്രഭാഷണം, ആത്മീയ പ്രഭാഷണം ഉണ്ടായിരുന്നു. അന്ന് സദസ്സിൽ ദിവ്യ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അവരെ ഫാമിലി ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, എൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു. അങ്ങനെ പ്രഭാഷണത്തിന് ശേഷം ക്രിസുമായിട്ട് അവിടുത്തെ ഭക്തജനങ്ങളെല്ലാം മണിക്കൂറുകളോളം സംസാരിച്ചു. ആ കൂട്ടത്തിൽ പരിചയപ്പെടാൻ എനിക്കും അവസരം കിട്ടി. ചില വ്യക്തികളെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ അവർ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അവരുടെ സംസാരം, അവരുടെ മറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അവരോട് സംസാരിക്കണം. ആ സംസാരിച്ചതിൻ്റെ ബന്ധത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, ദിവ്യയുടെ മുഖത്ത് ഉണ്ടായ മുറിവ് എങ്ങനെ സംഭവിച്ചതാണ് എന്നതിനെക്കുറിച്ച് പറയാൻ വേണ്ടി മാത്രമാണ്. സോഷ്യൽ മീഡിയ ജഡ്ജിമാർക്ക് ഒരു കണ്ടൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഈണവും ഭാവവും എല്ലാം ചേർത്തുകൊണ്ട് അവർക്ക് ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നിങ്ങളുടെ ഈ വീഡിയോ കാരണം ഇല്ലാതാകുന്നത് നിരവധി കുടുംബങ്ങളാണ് എന്ന ഒരു തിരിച്ചറിവ് ഈ പറയുന്നവർക്ക് ഉണ്ടാവണം. സ്വന്തം വരുമാനത്തിൻ്റെ ഒരു വിഹിതം എടുത്തിട്ട് പാവങ്ങളെ സഹായിക്കുന്ന ടോണി അച്ചായനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്തപ്പോഴും ഞാൻ ഇതേ വാക്ക് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തകർക്കാൻ പറ്റും, പക്ഷേ ഒരാളെ സഹായിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഇതുപോലെ തന്നെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു മാർഗവും ഇല്ലാണ്ട് നട്ടം തിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഒരു കച്ചിത്തുരുമ്പെന്ന പോലെ റീൽസ് ചെയ്ത് ക്ലച്ച് പിടിച്ച് വന്ന രേണുസുതിയെക്കുറിച്ച് പറഞ്ഞപ്പോഴും ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷെ അത് റീച്ചാകാൻ വേണ്ടി പറഞ്ഞതല്ല. റീച്ചാവില്ല എന്നില്ല, നല്ല ബോധ്യത്തോടെ തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. റീച്ചാകണമെങ്കിൽ മറ്റെന്ത് പറയണമെന്നും എനിക്കറിയാം, പക്ഷെ ആ റീച്ച് എനിക്ക് വേണ്ട. സോഷ്യൽ മീഡിയയിൽ ലക്ഷങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ സമൂഹത്തിൽ അറിയപ്പെടുന്നവരും അവരെക്കുറിച്ചിട്ട് മോശം പറയണം. അവർ നല്ലത് ചെയ്താലും അവരെ പറ്റി മോശം വാർത്തകൾ ഉണ്ടാക്കി അതിനെ പ്രചരിപ്പിച്ചാലും മാത്രമേ റീച്ചാവുള്ളൂ. നമുക്കൊരാളെ സഹായിക്കാൻ പറ്റില്ല, പിന്നെ എന്തിനാ അവരൊരാൾ കുറ്റപ്പെടുത്തുന്നു? അവരെങ്ങനെയോ ജീവിക്കട്ടെ, അവരവരെ പാട്ടിന് വിട്ടെ. അപ്പോൾ ഈ വീഡിയോക്ക് വന്ന കുറച്ച് കമൻറ്റും കൂടി നിങ്ങൾ വായിച്ചു നോക്ക്, ഇതിൽ കൊടുക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.